നമ്മുടെ ഇഷ്ടങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ രാവിലെ ഒരു വീഡിയോ ചെയ്തു, നമ്മുടെ ഇഷ്ടങ്ങൾ എന്ന് പറയുന്നത് മറ്റുള്ള ആളുകളുടെ നഷ്ടങ്ങളാണ്. എനിക്കൊരു കാര്യം ചെയ്യാൻ ഇഷ്ടമുണ്ട്, മറ്റൊരാളുടെ ഇഷ്ടത്തിന് മുകളിലാണ് യഥാർത്ഥത്തിൽ ഞാനത് ചെയ്യുന്നത്. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല, കാരണം ഇനി ഇത് കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ, ഭംഗിയുള്ള, നിറമുള്ള കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നത്. ഇവിടെ നിങ്ങൾക്ക് വേണ്ടതെന്ന് പറയുന്നത് പരസ്പരമുള്ള സൗഹൃദങ്ങൾ. ഇപ്പൊ ഈ നിങ്ങളും കാണുന്നുണ്ട്, നിങ്ങളും അച്ഛനും അമ്മയും ഒക്കെ ഈ റീയൂണിയന് വേണ്ടിയിട്ടൊക്കെ പോകാറുണ്ട് സ്കൂളുകളിൽ, അവർ പഠിച്ച സ്ഥലങ്ങളിൽ. 10ാം ക്ലാസ് കൂട്ടായ്മ, അല്ലെങ്കിൽ പ്രീ ഡിഗ്രി കൂട്ടായ്മ, +2 കൂട്ടായ്മ എന്ന് നിങ്ങൾ അച്ഛനും അമ്മയും ആരും ചിലപ്പോൾ അങ്ങനെ പറയത്തില്ല. കാരണം എന്താണ്, +2 കഴിഞ്ഞതിന് ശേഷം, +2ന് മുമ്പ് പ്രീ ഡിഗ്രിക്ക് പഠിച്ച ആളുകളായിരിക്കും ചിലപ്പോൾ അതിനകത്ത് ബഹുഭൂരിപക്ഷം ആളുകൾ. അപ്പോൾ +2 കൂട്ടായ്മ, അല്ലെങ്കിൽ പ്രീ ഡിഗ്രി കൂട്ടായ്മ, കോളേജ് കൂട്ടായ്മ, അങ്ങനെയൊക്കെ പറഞ്ഞു പോകാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള കൂട്ടായ്മകളിൽ അവർക്ക് പോകുവാനുള്ള മനസ്സുണ്ടാകുന്നത് ആ കാലഘട്ടത്തിലെ സൗഹൃദങ്ങളാണ്. ഇവിടെ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് ആരോഗ്യപരമായ സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുക. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആൺകുട്ടികൾ, ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികൾ, ഇവിടെ ഇരിക്കുന്നു. 2 മതിലുകൾ സൃഷ്ടിച്ചിരിക്കുന്നു. ഒന്ന് ആൺകുട്ടികളുടെ അടുത്ത് പെൺകുട്ടികൾ ഇരിക്കാൻ പാടില്ല, പെൺകുട്ടികളുടെ അടുത്ത് ആൺകുട്ടികൾ ഇരിക്കാൻ പാടില്ല. അതെന്താണ്? ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ വരുന്ന ആളുകൾക്ക്, കാണുന്ന ആളുകൾക്ക് എപ്പോഴും എന്ന് പറയുന്നത് എന്താ പറയുക, പരസ്പരം റെസ്പെക്ട് ഉണ്ടാവും. നിങ്ങൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ഉണ്ടാവും. ആ ബഹുമാനത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ 2 കൂട്ടരെ എന്ന് പറയാൻ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഇരിക്കുക. അല്ലാതെ നിങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരു ചുക്ക് സംഭവിക്കുകയില്ല, ഒരു ചുക്ക് സംഭവിക്കുകയില്ല. പക്ഷെ പരസ്പരം റെസ്പെക്ട് ചെയ്യാൻ സാധിക്കണം. ഞാനൊരു ചെറിയ കഥ കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ സംസാരം ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. വിയറ്റ്നാം എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ട്. അവിടെ ഒരു യുദ്ധം നടക്കുന്നു. സഖ്യകക്ഷികൾ എന്ന് പറയുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നിരന്തരമായി ആ രാജ്യത്തിന് മീതെ യുദ്ധം. നിങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും കണ്ടില്ല, ഷെല്ലുകൾ കണ്ടില്ല, അവിടെ പോയി വീണത് കണ്ടില്ല. അതുപോലെ വിയറ്റ്നാം എന്ന് പറയുന്ന രാജ്യത്തിന്റെ മുകളിലേക്ക് ഒരുപാട് ഷെല്ലുകൾ പോയി വീഴുന്നു, ആളുകൾ മരിച്ചു പോകുന്നു. അന്ന് രാവിലെ ഒരു ഷെല്ല് ചെന്ന് വീണത് ഒരു അനാഥാലയത്തിന്റെ മുകളിലാണ്. ആ അനാഥാലയത്തിന്റെ മുകളിൽ അത് വീണപ്പോ ആ കെട്ടിടം മൊത്തം തകർന്നു പോയി. അനാഥ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ഇല്ലാത്ത കുഞ്ഞുങ്ങൾ, അവർ പഠിക്കുകയും അവർ താമസിപ്പിക്കുകയും ചെയ്യുന്ന ഓർഫനേജ് ആയിരുന്നു യഥാർത്ഥത്തിൽ അവിടെ ആ ഷെല്ല് പതിച്ചില്ല. അത് കഴിഞ്ഞതിന് ശേഷം നോക്കിയ സമയത്ത് 75% കുഞ്ഞുങ്ങളും കത്തിക്കരിഞ്ഞു പോയി. 25% കുഞ്ഞുങ്ങൾ ബാക്കിയുണ്ട്. അതിലെ കുഞ്ഞുങ്ങളെ, ബാക്കി വന്ന കുഞ്ഞുങ്ങളെ എല്ലാവരെയും കൂടി ആംബുലൻസിൽ എടുത്തിട്ടുകൊണ്ട് പട്ടാള ക്യാമ്പിലാണ് എന്താണ് ഡോക്ടർമാരുള്ളത്, അവിടേക്ക് ചീറിപ്പാഞ്ഞു പോവുകയാണ് ആംബുലൻസ്. അവിടെ ചെല്ലുന്നു. ആ ആംബുലൻസിൽ നിന്നും 4-5 കുട്ടികളെ എടുത്തിട്ട് കിടത്തുന്നു. ഒരു സ്ട്രെച്ചറിന്റെ, ഒരു മേശയുടെ മുകളിൽ ഒരു പെൺകുഞ്ഞിനെ കിടത്തി. അവളുടെ 75% ശരീരഭാഗങ്ങളും കത്തിക്കരിഞ്ഞ് വെന്തുപോയി. ആ സമയത്ത് ഈ കൂടെ രക്ഷപ്പെട്ട കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്, അവർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. കുറച്ച് ആൺകുട്ടികളുണ്ട്, കുറച്ച് പെൺകുട്ടികളുണ്ട്. ഈ കുഞ്ഞിന് രക്തം കൊടുക്കണം. ആ രക്തം കൊടുക്കാനായിട്ട് പോകുന്ന സമയത്ത് ഈ വിയറ്റ്നാമി ഭാഷ അമേരിക്കക്കാരായിട്ടുള്ള പട്ടാളത്തിലുള്ള ഡോക്ടർമാർക്ക് അറിയില്ല. ഡോക്ടർമാർക്ക് അമേരിക്കക്കാർക്ക് വിയറ്റ്നാമിന്റെ ഭാഷ അറിയില്ല. അപ്പൊ എന്ത് ചെയ്തു? ഈ കുഞ്ഞുങ്ങളോട് പറഞ്ഞു രക്തം കൊടുക്കണമെന്ന്. അവർക്ക് മനസ്സിലാകുന്നില്ല. ഡോക്ടർമാർ പറഞ്ഞു ഈ പെൺകുട്ടി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ രക്തം കൊടുക്കണം. ഈ ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. ഉടനെ ഡോക്ടർ ഇങ്ങനെ കൈകൊണ്ട് കുത്തി കാണിച്ചു, ഇങ്ങനെ രക്തം കൊടുക്കണം. എന്നിട്ടും അവർക്ക് മനസ്സിലായില്ല. പിന്നെയും അദ്ദേഹം എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ രക്തം കൊടുത്തില്ലെങ്കിൽ ഇതിങ്ങനെ മരിച്ചു പോകുമെന്ന് കാണിച്ചു. അപ്പൊ അവർ വിചാരിച്ചത് രക്തം കൊടുക്കുന്ന ആളുകൾ മരിച്ചു പോകുന്നു. രക്തം കൊടുക്കുന്ന ആളുകൾ മരിച്ചു. ഈ പെൺകുട്ടിക്ക് രക്തം കൊടുത്താൽ
തങ്ങളുടെ കൂട്ടുകാരിക്ക് രക്തം കൊടുത്താൽ ഞങ്ങൾ മരിച്ചു പോകുമെന്നാണ് അവർ വിചാരിച്ചത്. ആ സമയത്ത് ആ കുഞ്ഞുങ്ങളുടെ ഇടയിൽ നിന്നും ഒരു പയ്യൻ ചാടി എഴുന്നേറ്റ് കൈ ഉയർത്തി കാണിച്ചു. എന്തിനാണ്? അവൻ രക്തം കൊടുക്കുവാൻ തയ്യാറാണ്. ആ സമയത്ത് അവനെ പിടിച്ച് ഒരു സ്ട്രെച്ചറിൽ കിടത്തി ഒരു നഴ്സ് വന്ന് അവന്റെ കയ്യിലേക്ക് ഒരു സ്വിഞ്ച് കുത്തി ഇറക്കി. ആ സമയത്ത് അവനിങ്ങനെ കണ്ണുകൾ അടച്ചു, കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചു. അവൻ നിലവിളിച്ചു. അവന്റെ നിന്ന് രക്തം കൊടുത്തു. രക്തബാങ്കിൽ നിന്നും അവന്റെ രക്തത്തിന് പകരം വേറെ രക്തം എടുത്ത് ഈ പെൺകുട്ടിക്ക് കൊടുത്തു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഒരു ട്രാൻസ്ലേറ്റർ അവിടെ വന്നു, വിയറ്റ്നാമി ഭാഷ അറിയാവുന്ന ട്രാൻസ്ലേറ്റർ. അദ്ദേഹം അവിടെ വന്ന് ഈ കുഞ്ഞുങ്ങളോട് സംസാരിച്ചു. എന്താ പറഞ്ഞത്? ഇവര് ഈ പെൺകുട്ടിക്ക് രക്തം കൊടുത്തത് കൊണ്ട് ഇവൾ രക്ഷപ്പെടുന്നു എന്നാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ. അപ്പോ അമേരിക്കക്കാരനായിട്ടുള്ള ഒരു ഡോക്ടർ പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞു, ഇവരുടെ കൂടെ പഠിക്കുന്ന, ഇവരുടെ കൂട്ടുകാരിയായ, അവരുടെ കൂടെ താമസിക്കുന്ന ആ പെൺകുട്ടി, അവൾക്ക് ഇങ്ങനെ ഒരു അത്യാഹിതം ഉണ്ടായപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ രക്തം കൊടുക്കുവാൻ തയ്യാറായത്? രക്തം കൊടുക്കാതിരിക്കുവാൻ ഇവർ ആദ്യം തയ്യാറാകാതിരുന്നത്. അദ്ദേഹം ട്രാൻസ്ലേറ്റ് അവരോട് ചോദിച്ചു. അപ്പൊ ആ കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ ചത്തുപോകും, രക്തം കൊടുത്താൽ ചത്തുപോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ രക്തം കൊടുക്കുവാൻ തയ്യാറാകാതിരുന്നത്. അപ്പൊ അമേരിക്കക്കാരൻ ഡോക്ടർ ചോദിച്ചു, പിന്നെ എന്തുകൊണ്ടാണ് അവൻ ആ പെൺകുട്ടിക്ക് രക്തം കൊടുക്കുവാൻ തയ്യാറായത്? ട്രാൻസ്ലേറ്റർ ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചത്തുപോകുമെന്നറിഞ്ഞിട്ടും നീ അവൾക്ക് രക്തം കൊടുക്കുവാൻ തയ്യാറായത്? ഉടനെ അവൻ പറഞ്ഞു, ഞാൻ മരിച്ചാലും അവൾ ജീവിക്കണം, കാരണം അവൾ എൻ്റെ കൂട്ടുകാരിയാണ്. ഞാൻ മരിച്ചാലും അവൾ ജീവിക്കണം, കാരണം അവൾ എൻ്റെ കൂട്ടുകാരിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് പറയുന്നത്, സൗഹൃദങ്ങൾ പൂക്കുന്ന ഇടമാണ്, ആ കാലത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. സൗഹൃദങ്ങൾ, ആരോഗ്യപരമായ സൗഹൃദങ്ങൾ, ആ സൗഹൃദങ്ങൾ പൂക്കുന്ന കാലത്ത് നമ്മൾ ജീവിക്കുന്നു. അച്ഛനും അമ്മയും മരിച്ചാൽ ആ കുഞ്ഞിനെ അനാഥനെന്ന് വിളിക്കും. ഭർത്താവ് മരിച്ചാൽ ആ സ്ത്രീയെ വിധവ എന്ന് വിളിക്കും. ലോകത്തിലെ ഏറ്റവും മനോഹരമായ വാക്കാണ് സൗഹൃദം. അത് നഷ്ടപ്പെട്ടാൽ അതിന് പറയുവാൻ ഈ ലോകത്തൊരു വാക്കും കണ്ടുപിടിച്ചിട്ടില്ല. സൗഹൃദങ്ങൾ നിങ്ങൾ നിലനിർത്തുക. അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും, പെൺകുട്ടികൾ ആൺകുട്ടികളോടായാലും, ആൺകുട്ടികൾ പെൺകുട്ടികളോടായാലും, നിങ്ങൾ നല്ല സൗഹൃദങ്ങൾ പൂക്കുന്ന ഇടമായി ഈ സ്കൂളിനെ മാറ്റിയെടുക്കുക. ഈ DVNSS ഹയർ സെക്കൻഡറി സ്കൂൾ പൂവറ്റൂർ, ഇതിൻ്റെ പ്ലാറ്റിനം ജൂബിലി മന്ദിരത്തിൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് പറയുവാൻ കഴിയുന്ന കാര്യം, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടത്തിലൂടെ നിങ്ങളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. നല്ല ഓർമ്മകൾ ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന സമയത്ത് നിങ്ങൾ വലിയ ആളുകളായി എല്ലാവരും മാറുമ്പോഴും നല്ല ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലുണ്ടായി തീരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഇവിടെ വിളിച്ച ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള ആളുകളോടുള്ള സ്നേഹാദരങ്ങൾ, നിങ്ങളെപ്പോലെയുള്ള നല്ല കുഞ്ഞുങ്ങളെ ഞാൻ പുകഴ്ത്തി പറയുന്നില്ല. കാരണം ഞാൻ ഇവിടുന്ന് പോയാൽ ഇനി ഇങ്ങോട്ട് വരുമോ എന്ന് പോലും അറിയില്ല. നിങ്ങളെ ഒന്നും ഇനി ജീവിതത്തിൽ കണ്ടുമുട്ടുമോ എന്ന് പോലും എനിക്കറിയില്ല. നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്തു തരേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്ക് ഒരു സഹായം ചെയ്തു തരേണ്ട ആവശ്യമില്ല. പക്ഷേ അങ്ങനെ പറയുവാൻ സാധിക്കില്ല. ഏതെങ്കിലും സമയത്ത് നിങ്ങൾ ഡോക്ടർമാരായോ അല്ലെങ്കിൽ എഞ്ചിനീയർമാരായോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കുന്ന സമയത്ത് എന്നെ പോലെയുള്ള ആളുകൾ പ്രായമായി നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ എനിക്ക് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. എന്തായാലും നമ്മുടെ ഈ കൂട്ടായ്മ, നിങ്ങളുടെ ഈ 3 ദിവസത്തെ ഈ വേനൽ കൂടാനും അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഗംഭീരമായി തീരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സാന്നിധ്യം കൊണ്ടും അതുപോലെ തന്നെ വർത്തമാനം കൊണ്ടും നമ്മുടെ വേനൽക്കൂടാരം അവധിക്കാല ക്യാമ്പിനെ ധന്യമാക്കിയ ബഹുമാന്യനായ
ഗുരുരത്നം ജ്ഞാനതുളസി അവർക്ക് നമ്മുടെ സ്കൂളിൻ്റെ ആദരവ് സമർപ്പിക്കുന്നതിനായി ബഹുമാന്യനായ മാനേജർ ജി സോമശേഖരനായ സംരക്ഷിക്കും.